ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ബറോസ് തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 4 ദിവസങ്ങൾ മാത്രം ബാക്കി. വരുന്ന ബുധനാഴ്ച ഡിസംബർ 25-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് 3D ഫാന്റസി സിനിമയായ ബറോസ്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിൽ ഇതുപോലെ ഇന്നും ബറോസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അതൊരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന അപ്ഡേറ്റ് ആണ്. നാളെ ഞായറാഴ്ച ഡിസംബർ 22-ാം തീയതി രാവിലെ 10 മണിക്ക് ബറോസിന്റെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുകയാണ്. ഇനിയും റിലീസിന് മുന്നേ സാധാരണ ലാലേട്ടന്റെ വലിയ സിനിമകൾ നേടിയെടുക്കുന്നൊരു ഹൈപ്പൊന്നും തന്നെ ബറോസ് നേടിയെടുത്തിട്ടില്ല എങ്കിൽ പോലും മോശമല്ലാത്ത പ്രീസെയിൽ കളക്ഷൻ സിനിമ നേടിയെടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കൂടുതലും 3D തിയേറ്ററുകളിൽ മാത്രം കേരളത്തിൽ റിലീസ് ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ എല്ലാം തന്നെ നാളെ ഉച്ച മുതൽ വന്നു തുടങ്ങും. കാത്തിരിക്കാൻ ബറോസിന്റെ ഒരു പ്രീസെയിൽ കളക്ഷൻ ട്രെൻഡ് എങ്ങനെയാണ് എന്ന് അറിയാനായിട്ട്. ഒരു മലയാളം സിനിമയാണ് ബറോസ് എങ്കിൽ പോലും ഇനിയും ബറോസിന്റെ ഓഫ്ലൈൻ പ്രൊമോഷനുകൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മുംബൈയിലും ഒപ്പം തന്നെ ദുബായിലെല്ലാം തന്നെ പ്രൊമോഷണൽ ഇവന്റുകൾ നടത്തിയ സിനിമയുടെ കേരള പ്രൊമോഷൻ നാളെ തുടക്കം കുറിക്കുകയാണ്. നാളെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 ലാലേട്ടൻ കൊച്ചി ഫോറം മാളിൽ പ്രേക്ഷകരെ കാണാനായിട്ട് എത്തുന്നു എന്നൊരു അപ്ഡേറ്റ് ഇന്ന് ലാലേട്ടൻ തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി നൽകിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ബറോസിന്റെ അടുത്ത വാർത്തകൾക്കും വിവരങ്ങൾക്ക് കിട്ടാം. ഈ ഡിസംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ വലിയ കളക്ഷൻ നേരിടുത്ത് ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ അല്ലു അർജുൻ നായകനെത്തിയ പുഷ്പ 2 ദി റോൾ. ഇപ്പോഴും മണിക്കൂറിൽ 20,000-ലധികം ടിക്കറ്റുകൾ ഇന്ത്യയിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന പുഷ്പ 2-വിന്റെ ഒരു നിരാശാജനകമായ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അത് പ്രകാരം പുഷ്പ 2-വിന്റെ HD പതിപ്പ് ഇപ്പോഴത്തെ ലീക്കാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് സിനിമകൾ ഹിന്ദുസ്ഥാൻ എന്ന പൈറസി സൈറ്റിലൂടെ ലീക്കാക്കപ്പെടാറുണ്ട്. പുഷ്പ 2-വിന്റെ തമിഴ് ഡബ്ബായിരുന്നു ആദ്യം ഈ പറഞ്ഞ സൈറ്റിലൂടെ ലീക്കാക്കപ്പെട്ടതെങ്കിൽ ഇപ്പോഴത് അതിന് പിന്നാലെ തെലുഗു, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷാ പതിപ്പുകൾ കൂടി സൈറ്റിലൂടെ ലീക്കാക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇതോടെ ടെലഗ്രാം വഴി കൂടുതൽ പ്രേക്ഷകരിലേക്ക് പുഷ്പ 2 എത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1500 കോടി കളക്ഷൻ നേടിയെടുക്കാനായിട്ടിരിക്കുന്ന പുഷ്പ 2 എന്ന സിനിമയ്ക്ക് വൻ നിരാശ വാർത്ത തന്നെയാണിത്. കാത്തിരിക്കാം സിനിമയുടെ OTT റിലീസിനായിട്ട് കൂടുതൽ പുഷ്പ 2 വാർത്തകൾക്ക്.